ഇപ്പോൾ കൗതമംഗലത്ത് ലവ് ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു സന്ദർശിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൗതമംഗലത്ത് ലവ് ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു അവിടെ നിന്നും. മിഥുൻ പറയൂ. ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും പൂർണ്ണമായിട്ടുള്ള പിന്തുണ അർപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവും മറ്റ് സംഘടനാ നേതാക്കളുമെല്ലാം ഇപ്പോൾ കോതമംഗലത്തെ ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ 2 കേന്ദ്രമന്ത്രിമാർ എത്തിയിരുന്നു. ഒപ്പം തന്നെ മറ്റ് പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തി അവർക്ക് പിന്തുണ വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള പീഡനവും മാനസികമായും ശാരീരികമായുമുള്ള അക്രമങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെയാണ് കോതമംഗലത്തെ പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിയത്. അത് ലവ് ജിഹാദ് അല്ല, ലവ് ജിഹാദ് എന്ന വാക്കുകൾ പ്രയോഗിക്കാൻ പോലും പലരും അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളെല്ലാം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ഇവിടെ രംഗത്തെത്തുകയും കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അതിന് പിന്നാലെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്നുള്ള കാര്യം ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ഭീകരവാദ ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നത്. മതപരിവർത്തനത്തിനുള്ള ശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള പീഡനവുമാണ് നടന്നത്. പ്രണയത്തെ തുടർന്നുണ്ടായ മതം മാറ്റം, പ്രണയത്തിന്റെ മറവിൽ നടന്ന ഒരു മതം മാറ്റ ശ്രമമായിരുന്നു ഇവിടെ നടത്തുന്നത്. തീർച്ചയായും അത് ലവ് ജിഹാദ് തന്നെയാണ് എന്നുള്ള വിമർശനം തുടരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കേരള പോലീസ് ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഈ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങൾ ആ വകുപ്പുകൾ ചുമത്താതെ ആത്മഹത്യാ പ്രേരണാകുറ്റവും മറ്റുമെല്ലാം അത്തരം വകുപ്പുകൾ മാത്രം ചുമത്തിക്കൊണ്ട് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ പ്രതിയായിട്ടുള്ള പെൺകുട്ടിയുടെ ആൺസുഹൃത്തായിരുന്ന രമീസിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയും കേന്ദ്രമന്ത്രിമാരടക്കം സ്ഥലത്തെത്തി ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഇവർക്കെതിരെ ഈ ബന്ധുക്കൾക്കെതിരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിന് കൂടുതൽ പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു ഐക്യവേദി അധ്യക്ഷനും അതുപോലെ തന്നെ മറ്റു നേതാക്കളും ഇവിടെ എത്തി ബന്ധുക്കളോട് സംസാരിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്, എല്ലാവിധ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ശരി മിഥുൻ, കോതമംഗലത്തെ ലവ് ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു സന്ദർശിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.